ഹലോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നട്ട്സ് പൗഡറാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 200 ഗ്രാം നിലക്കടല, 200 ഗ്രാം ബദാമും, 200 ഗ്രാം അണ്ടിപ്പരിപ്പും, പിന്നെ കുറച്ച് ഏലക്കായാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. എല്ലാം ഒന്ന് വറുത്തെടുത്താലേ നമുക്ക് നല്ലോണം ഒന്ന് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ആൽമണ്ടാണ് വറുത്തെടുക്കുന്നത്. ആൽമണ്ട് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇട്ടത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ടും ഒക്കെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഒരുപാട് നേരമൊന്നും നമ്മൾ പാത്രത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ അതൊന്ന് ചൂടായിട്ടൊന്നും കുറച്ചൊരു ബ്ലാക്ക് കളർ അതിൻ്റെ മേലെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതിന് ശേഷം അതും എടുത്ത് മാറ്റി വെക്കും. പിന്നെ ഞാൻ ഇട്ടത് നിലക്കടലയാണ്. ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാത്ത പച്ചക്കടല ഉണ്ടല്ലോ, അതാണ് വാങ്ങിയത് കേട്ടോ. എന്തായാലും നമ്മൾ ചൂടാക്കണമല്ലോ, ചൂടാക്കിയിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിയതാണ്. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതും ഒന്ന് നമുക്ക് തണയാൻ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് നട്ട്സ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ട ആൽമണ്ടും ഗ്രൗണ്ട് നട്ടും പിന്നെ കാഷ്യൂനട്ടും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീഡ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് എടുത്തത് സൺഫ്ലവർ സീഡും പംകിൻ സീഡും പിന്നെ ഫ്ലാക്സ് സീഡുമാണ്. അപ്പോൾ നമ്മൾ നട്ട്സ് ഒക്കെ വറുത്തെടുത്തതുപോലെ ഈ സീഡും നമുക്ക് വറുത്തെടുക്കണം. ആദ്യം നമ്മൾ ഇട്ടത് പംകിൻ സീഡാണ്. അത് നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇട്ടത് സൺഫ്ലവർ സീഡാണ്. ഇതും ഇതുപോലെ തന്നെ ഒന്ന് ചൂടായി റോസ്റ്റായി വന്നതിന് ശേഷം അത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ എടുത്തത് ഫ്ലാക്സ് സീഡാണ്. ഇതും പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ ഇത് പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ എവിടെയും പോകരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ അതൊന്ന് വറുത്ത് എടുത്ത് മാറ്റി വെക്കണം. കാരണം ഇത് ഫ്ലാക്സ് സീഡ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടി നമ്മൾ അരിയൊക്കെ പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചൂടാകുന്നതിനനുസരിച്ച് ഇളക്കി കൊടുത്തിട്ട് വേണം അത് എടുത്ത് മാറ്റി വെക്കാൻ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം തണയാൻ. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ച നട്ട്സിൻ്റെ എല്ലാം ഒന്ന് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി. അപ്പോൾ ഈ നട്ട്സ് ഒന്ന് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിലാണ് ഞാൻ എടുക്കാറ്. കാരണം എന്താ വെച്ചാൽ ഞാനിത് അങ്കിയിലിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും നന്നായിട്ട് പൊടിയില്ല. പിന്നെ നന്നായിട്ട് പൊടിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ അതിൽ എന്തെങ്കിലും വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് പിന്നെ ഒന്നും കൂടി പൊടിക്കും. അങ്ങനെ നെക്സ്റ്റ് സെറ്റ് നമുക്ക് അങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നട്ട്സ് എല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് ഏലക്കായ ഇതിലിടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ വറുത്തിട്ടൊന്നുമില്ല, അത് വറുക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് കൂട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നട്ട്സൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മളുടെ സീഡും തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഒരു സെറ്റിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അതേ ജാറിലേക്ക് നമ്മൾ തണുത്ത സീഡൊക്കെ എടുത്തിട്ട് നമുക്ക് പൊടിക്കാം. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലോണം പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ സീഡും പൊടിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. നമ്മൾ മിക്സിയിലിട്ട് ഇങ്ങനെ പൊടിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം അത് പൊടിക്കുന്നതുകൊണ്ട് കുറച്ച് ചൂടുണ്ടാവും. അപ്പോൾ ചൂടോടെ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം പൂത്തു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ കുപ്പീൻ്റെ മേലെ ഇങ്ങനെ എഴുതി വെക്കും എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്തതെന്നുള്ളത്. എന്നാലും നമുക്ക് പിന്നെ നോക്കിയാൽ മനസ്സിലാവുള്ളൂ അതിനാണ് എന്തൊക്കെ ഐറ്റംസ് ആണ് അതിലിട്ടതെന്നും അത് എന്നാണ് ഉണ്ടാക്കി വെച്ചതെന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അതൊക്കെ. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.